ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ. ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാഘോഷം ആശംസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് TVS കമ്പനി ഗ്രൂപ്പിലാണ് കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ഇത്രയും വർഷത്തെ കാലയളവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പതാക ഉയർത്തുന്നത് കാണാനായിട്ട് വരുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഈ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ ഞാൻ TVS ഗ്രൂപ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ TVS ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യമേ തന്നെ പറയാം. 1911 സുന്ദർ അയ്യങ്കാർ എന്ന് അദ്ദേഹമാണ് കേട്ടോ ഈ TVS ഗ്രൂപ്പ് സ്ഥാപിച്ചത്. അത് മധുരൈ, ചെന്നൈ ആസ്ഥാനമായിട്ടാണ് കേട്ടോ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. 1978 ഓട്ടോമൊബൈൽ സർവീസ് ആരംഭിച്ചത്. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും അതുപോലെ തന്നെ വലുപ്പമേറിയതുമായിട്ടുള്ള ഒരു കമ്പനിയാണ് TVS ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഡീലർഷിപ്പ് ശൃംഖലകളുണ്ട്. അതേപോലെ ഒരുപാട് വിവിധമായിട്ടുള്ള വലിയ ഷോറൂമുകളുണ്ട്. എല്ലാം ഈ TVS ഗ്രൂപ്പിൻ്റേതാണ് കേട്ടോ. TVS ഗ്രൂപ്പ് ഇങ്ങനെ ഇന്ത്യയിലൊട്ടാകെ കേരളത്തിലൊട്ടാകെയല്ല, ലോകമെമ്പാടും TVS ഗ്രൂപ്പ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചു, തൃശ്ശൂർ. അപ്പോൾ ഞാൻ അവിടേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങോട്ട് വരാനും ഇതിൽ പങ്കുകൊള്ളാനൊക്കെ സാധിക്കാനായിട്ട് ഏറ്റവും വലിയ കാരണം സെയിൽസ് മാനേജറായിട്ടുള്ള അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണുന്നത്. ഇത് സർവീസ് സെൻ്ററാണ്. അപ്പോൾ ഇത് സർവീസ് സെൻ്ററിൻ്റെ എല്ലാം ഭാഗങ്ങളും ഒക്കെ കാണുകയാണ്. നല്ല പണ്ടത്തെ, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വന്നതാണ് TVS ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം അല്ലേ. അത്രയും മനോഹരമാണ് ഇത്. ഞാനിങ്ങനെ TVS ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ ഓഫീസിൽ വന്നതാണ് കേട്ടോ. കയറി അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് സംസാരിക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട്. ഇതാണ് സുന്ദര അയ്യങ്കാർ. അപ്പം അങ്ങ് പുറത്തേക്ക് പോവാം. അതെ, അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ഇതിൽ നമ്മുടെ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് പതാക ഉയർത്തുന്ന ഒരു സ്ഥലത്തേക്ക് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എത്തുന്നത്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, സ്വാതന്ത്ര്യദിനം ആഘോഷം കഴിഞ്ഞിട്ട് 80 വർഷമായി. എനിക്ക് 40 വർഷം ആയി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഇതും നമ്മൾ ആ സന്തോഷവും എല്ലാം നമ്മൾ സന്തോഷിക്കുന്നത് എല്ലാം വരുന്നത് ഓരോരോ ഘട്ടങ്ങളിലാന്ന് പറയില്ലേ. അപ്പോൾ എനിക്ക് ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ ഈ സ്വാതന്ത്ര്യദിനം എന്താണ് ആഘോഷിക്കാൻ നമ്മൾ ആരംഭിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സന്തോഷം കിട്ടുമ്പോൾ ഇങ്ങനെയാണ് നമ്മളത് വിട്ടുകളയുക അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു പരിപൂർണതയിൽ നിന്ന് തന്നെ പറയാം. ചേട്ടൻ പതാക ഉയർത്തുന്നത്, അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ പതാക ഉയർത്തുന്നത് തന്നെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പ്രധാനമന്ത്രിയൊക്കെ പതാക ഉയർത്തുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കണം, കാണണം. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന ഒരു സംഭവം. അപ്പോൾ പിന്നെ എന്നോട് പറയല്ലേ, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി മഹാത്മാഗാന്ധി തൊട്ട് നമുക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദിയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ സന്തോഷവും സമാധാനവും ഒക്കെ സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു കഴിവ് തന്നെയാണെന്ന് പറയാം അല്ലെ. നമ്മൾ സന്തോഷത്തോടു കൂടിയിരിക്കുന്നത്. എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞു, എത്ര പ്രശ്നങ്ങൾ കഴിഞ്ഞു, ഇത്രയും സഹനത്തോടു കൂടി അല്ലെങ്കിൽ ഇത്രയും മനസ്സിൻ്റെ ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾ നരേന്ദ്രമോദിയെ കണ്ട് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും നമ്മൾ എങ്ങനെ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടണം, എങ്ങനെയൊക്കെ നമുക്ക് ആ പ്രശ്നം ഉൾക്കൊണ്ട് നമ്മൾ ആ പ്രശ്നം ഏത് വഴിക്ക് എങ്ങനെ പോകണം എന്ന് നമ്മൾ നരേന്ദ്രമോദിയെ കണ്ട് തന്നെ പഠിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളെ അന്നും ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാണ്ട് ആ ഒരു ദിശയിലേക്ക് നമ്മുടെ സുരക്ഷ, നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം
രാഷ്ട്രം, ഇത് മാത്രം മുന്നിട്ട് കണ്ടുകൊണ്ട് നമ്മളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പതാക ഉയർത്തുന്നതൊക്കെ നിങ്ങൾ ടി വിയിൽ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോഴും നമുക്കതൊക്കെ കാണുമോ, വല്ലാത്ത ഉണർവാണ്, മനസ്സിനൊരു സമാധാനമാണ്, സന്തോഷമാണ്. നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ. ഈ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നമുക്കുള്ളത് കൊണ്ട് എന്ന് ഞാൻ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഞങ്ങളുടെ ആഘോഷങ്ങളുടെ ആഘോഷമായി തീരട്ടെ, എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ അല്ലേ. അപ്പോൾ എത്ര കഠിനാധ്വാനങ്ങളിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മൾ ഇപ്പോൾ ഈ ദിവസമെങ്കിലും നമ്മളൊന്ന് ഓർക്കണ്ടേ നമ്മൾ എത്രമാത്രം. പിന്നെ ഇവിടെ ടി വി എസിലെ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ TVS എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ ഈ ഒരു ശംഖുപുഷ്പം ഉണ്ടല്ലോ, ശംഖുപുഷ്പം വെള്ളയും ശംഖുപുഷ്പം, ഇതൊരു പ്രത്യേകതയായി തോന്നി. നല്ല അലങ്കാരങ്ങൾ, നല്ലൊരു ഭംഗിയിലാണ് കേട്ടോ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് തന്നെ. വെള്ളയും വയലറ്റും വളരെ നല്ല ഔഷധമുള്ള ഒരു ശംഖുപുഷ്പമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഭംഗി തോന്നിയത്. പിന്നെ ഒരുപാട് ബസ്സുകൾ ഇത് എന്ത് വണ്ടി കേട്ടാ, ഇതാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനി നമ്മുടെ സർവീസ് വണ്ടി. അങ്ങനെ ഒത്തിരി വാഹനങ്ങൾ, ഇത് വലിയ വണ്ടികളുടെ ഷോറൂമാണ് കേട്ടോ ഇപ്പോൾ ഈ നിൽക്കുന്നത്. ഇനി എന്താ പറയുക, ഇതാണ് നമുക്ക് ഓഫീസ്. ഞാൻ നേരത്തെ ഉള്ളിലേക്ക് പോയിട്ട് ചെറുതായിട്ടൊന്ന് കണ്ടില്ല. ഇതാണ് അവരുടെ ഓഫീസ് കേട്ടോ, മഹീന്ദ്രയുടെ TVS ഗ്രൂപ്പിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. പണ്ടത്തെ ഓഫീസാണ്, പണ്ടത്തെ എന്താ പറയുക, ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ പണ്ടത്തെ ഒരു ഓഫീസാണ്. ഇതാണ് നമ്മുടെ പതാക ഉയർത്തിയിരിക്കുന്നത്. ഇതാ അപ്പോൾ നമുക്ക് എന്നോട് അങ്ങോട്ട് എനിക്കെന്നെ അറിയുന്നില്ല. അങ്ങനെ നമ്മൾ ഓഫീസിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ ഓഫീസ് റൂം. വളരെ ഇത് സർവീസിന്റെ ഓഫീസ് റൂം. ഇത് സർവീസ് ഓഫീസ് റൂമാണ്. അഡ്വൈസേഴ്സ് ഇരിക്കുന്ന സർവീസ് ഓഫീസ് റൂമാണ്. ഇത് കസ്റ്റമേഴ്സ് വന്നിരിക്കുന്ന ഓഫീസ് റൂമാണ്. ഇത് നല്ല വ്യൂ ഉണ്ട് അല്ല, ഈ ഓഫീസ് റൂമിന്റെ കസ്റ്റമേഴ്സ് സർവീസ് ആണ്. ഇവിടെയാണ് കസ്റ്റമേഴ്സ് ഒക്കെ വന്നിരിക്കുക. നമുക്ക് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ നമ്മൾ ഇവിടേക്ക് വരികയാണ്. ഇതാണ് കൃഷ്ണപ്രസാദിന്റെ ഓഫീസ് റൂം. ഇതാണ് കൃഷ്ണപ്രസാദ് ഇരിക്കുന്ന സ്ഥലം. കൃഷ്ണപ്രസാദിന്റെ എന്റെ സ്വന്തം ഹസ്ബൻഡാണ്. അങ്ങനെ ഇവിടെ ഓഫീസ് റൂം അല്ല, ഇതെന്താണ് ഇവിടെ ആരൊക്കെയാ, അങ്ങനെ സന്തോഷായി. അപ്പൊ പിന്നെ ഇവിടം വരെ വന്നിട്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളെയും കൂടി നമുക്കൊന്ന് കാണണ്ടേ. എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ നേരുന്നു. 80ാം സ്വാതന്ത്ര്യ ദിന ആശംസകളാണ് നേരുന്നത്. അപ്പോൾ എല്ലാവർക്കും അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ്സ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.